ഹായ് ഗൈസ്, ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അൻഷാദ് എന്നാണ് പേര്. അതെന്ന് പറയുമ്പം ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര പാവമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നലെ ബർത്ത്ഡേക്ക് എൻ്റെ ഉപ്പുപ്പായുമായി കുറച്ച് പൈസ തന്നു. അപ്പം കുറച്ച് നന്മയായിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ, അതുമാത്രമല്ല അവൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, മനസ്സിലായി, അത്രയ്ക്ക് സ്പെഷ്യലാണ് അവൻ എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒരു ഷർട്ട് എടുത്ത് കൊടുക്കാം. അവന് ഞാൻ ചുമ്മാ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ നീ അവിടെ വരുമ്പം നീ ഒന്ന് ഇറങ്ങി നില്ല, ഭയങ്കര അർജൻറ്റായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞ് ഇറങ്ങി നിന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്കൂട്ടർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. അവന് പോയി പിക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും ചുമ്മാ ഞാൻ എൻ്റെ ഷർട്ട് മാറ്റണം എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഗൈസ്, ഇപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇനി അവൻ ചോദിക്കും, അല്ലെ എന്തിന് വീഡിയോ എടുക്കണം? അപ്പോൾ ഞാൻ പറയും എനിക്ക് വ്ളോഗിന് ഇടാനാണെന്ന് ഞാൻ പറയും. ആൾ പൂട്ടിയിരിക്കണം, മേളിൽ കയറാം. ഇതുവഴിയാണ് ഞാൻ കയറണം, മനസ്സിലായി. അവൻ്റെ ഡോർ അടച്ചിരിക്കുമ്പോൾ ഞാൻ ഇതുവഴിയാണ് കയറണം. കയറി ഇതുവഴി പോകുമ്പോൾ ഇവിടെ മച്ചാൻ കാണും, മനസ്സിലായി. മച്ചാനെ ആളില്ലേ? അളിയാ എവിടാ? ശരി ആ ഉടുപ്പ് മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്നെ കോൾ വിളിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്ളോഗാണ് കേട്ടോ ഇത്, കേട്ടോ. ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിനൊന്നും അല്ല, വേറൊരു പരിപാടി. അപ്പോൾ നീ കയറി പോവാം, നമുക്ക് പോവാം. വാ ഗൈസ്, നമ്മൾ ട്രെൻഡ്സിലെത്തിയിട്ടുണ്ട്. അൻഷാദേ പോവാം. മേളിലാണോ അളിയാ? എനിക്കുണ്ടല്ല നിന്റെ സെയിം സൈസ്, മനസ്സിലായ? സെയിം സൈസിൽ ഒരുത്തിന് ഷർട്ട് എടുക്കണം. അതാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത്. അപ്പോൾ ഷർട്ട് എടുത്തിട്ട് അവന് ബർത്ത്ഡേ വരെ, കസിൻ ബർത്ത്ഡേ വരെ. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് രാവിലെ ഈ 10 മണിക്ക്, മനസ്സിലായ? നോക്കാം നമുക്ക്. നിനക്ക് ഏത് കളർ നോക്ക് ഷർട്ടാടാ അവന് കൊടുക്കണേ. മണ്ട, നിനക്ക് ടീഷർട്ടാ? എടീ, നിനക്ക് ഇഷ്ടപ്പെട്ട, ആക്ച്വലി പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട, നിനക്ക് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ട അത് ഒരെണ്ണം, മനസ്സിലായ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചെക്ക് ചിലപ്പോൾ അവൻ ചെക്ക് ഇടുമായിരിക്കും, മനസ്സിലായോ? ഇഷ്ടപ്പെടൂലേ? അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ഇട്, പെട്ടെന്ന് ഇട്. ഇവൻ ട്രെൻഡ്സ് അത്രയും കറങ്ങി ഇന്ന് 12 മണി കഴിഞ്ഞാൽ ഇവൻ വീടെത്തൂല. നിനക്ക് ഇഷ്ടപ്പെട്ടത് കാര്യത്തിൽ ഇഷ്ടപ്പെട്ടാ? അതാ വേറെ ചെക്ക് നീ ഇടൂല? ഇത് മതിയാ? അവൻ ഇടണമെങ്കിൽ നീ ഇടണ പോലെയാണല്ലോ. അതിൽ ഞാൻ നിന്റെ ചൂസ് ചെയ്യാൻ പറഞ്ഞ മണ്ട. ആ ടൈപ്പ് ഒന്നും ഇടൂലേ നീ? നേരെ കാണണ ഇടോ? ബീച്ച് വൈബൊക്കെ പിടിക്കാം. ഇടൂലേ? ഞാൻ നോക്കാൻ പറഞ്ഞപ്പോ ഒരു വിധത്തിൽ നോക്കണില്ല, മനസ്സിലായി? അവനല്ലേ ഇടണത്, പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ, അവൻ്റെ ഇഷ്ടം പറയണില്ല. അതുകൊണ്ട് നമുക്ക് എന്തിനായാലും ഇവൻ്റെ പറയാത്, മനസ്സിലായി? അല്ലാതെ നടക്കൂല, എടുക്കത്തില്ല, പറയാം. അൻഷാദേ, ആക്ച്വലി നിനക്കൊരു ഷർട്ട് എടുക്കാനാണ് ഞാൻ വന്നത്, മനസ്സിലായ? നിനക്ക് കാര്യത്തിൽ അളേ വല്ലായി അതല്ലേ നിന്റെ. ഞാൻ നിന്നെ രാവിലെ വിളിച്ചിട്ട് നീ ഒന്ന് നോക്ക്, ഏതേന്ന് വെച്ചാൽ നോക്ക്. അടിപൊളിയൊരു ഷർട്ട് നോക്ക്, റേറ്റ് ഒന്നും നോക്കണ്ട, നീ നോക്ക്. നീ നോക്കടാ ഇത്തിരി. നീ എന്തിനാ അങ്ങനെ ഇതാവണം? നീ നോക്ക്. എൻ്റെ ഓപ്ഷൻ പറയണെങ്കിൽ ഇത് നിനക്ക് കൊള്ളൂല. വാ വേറെ ഏതെങ്കിലും നോക്കാം, നല്ല ടൈപ്പ്. വാ ഇതാ. ശരി ഫുള്ള് സെലക്ട്, ഏത് വേണമെന്ന് നോക്ക്. എനിക്ക് നിനക്ക് എടുത്ത് തന്നുകൂടി? എടുത്ത് തന്നുകൂടി? ഇടറാ മര്യാദക്ക്. ടീഷർട്ടൊന്നും വേണ്ട. ടീഷർട്ട് വേണ്ട, ഷർട്ട് ഇട്. നിനക്ക് ഷർട്ടല്ലേ ഇഷ്ടം? നിനക്ക് ഷർട്ടല്ലേ ഇഷ്ടം? നീ ഷർട്ടല്ലേ കൂടുതൽ ഇടണം, ഞാൻ കണ്ടിട്ടുള്ളൂ. നീ ഷർട്ട് ഇട്. ശരി, ഓക്കെ. നീ മണ്ടനാടാ നീ. ഇതാ അടിപൊളി ഷർട്ടുകൾ അവിടെ കിടക്കണം. ഉണ്ടല്ലോ, ഇതാ ഈ ഡെനിം ചൂസ് ചെയ്ത്, ഈ ഡെനിം ഇവിടെ കാണിച്ചു തരാം. അവൻ ട്രയൽ ചെയ്യാൻ വേണ്ടി പോയിരിക്കും. ഞാൻ ഒരു വിധത്തിൽ എടുക്കില്ല. അവൻ പറഞ്ഞ് അളിയ ടീഷർട്ട് എടുക്കുക, അളിയ ടീഷർട്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നീ ഒരു ഷർട്ട് എടു, മനസ്സിലായോ? എൻ്റെ കയ്യിൽ പൈസ ഉള്ളത്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, മനസ്സിലായ? അങ്ങനെ ഇപ്പോൾ കിട്ടിയതുകൊണ്ട് എനിക്ക് അതൊരു ഇതാകണല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് കാര്യത്തിൽ. പിന്നെ അങ്ങനെയാണ്, മനസ്സിലായ? നോക്കട്ടെ, വേറെ ഡെനിമാ? വേറെ കടയിൽ പോകണമെന്നാ? ശരി വാ. അതെ, ഞാൻ ഡെനിം നീ ഇട്ടിട്ടില്ല, ഞാൻ അതുകൊണ്ടാണ് ഡെനിം ഇടെന്ന് പറഞ്ഞു, മനസ്സിലായ? അപ്പോൾ വേറെ കടയിൽ പോകും. വാ
ഇതേ സംഭവം എന്ന് വെച്ചാൽ അവന് ഡബിൾ പോക്കറ്റ് ഉള്ളതുകൊണ്ട് അവനൊരു ഇത് കുഴപ്പമില്ല, മാറ്റാം നമുക്ക്. ഗൈസ് നമ്മളങ്ങനെ ആ മോൾ ഓഫ് ട്രാങ്കൂറിൽ എത്തിയിട്ടുണ്ട്. അവന് ഡെനിം തന്നെ എടുക്കാമെന്ന് പറഞ്ഞ്, അപ്പം ഇവിടെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു, മനസ്സിലായോ? അങ്ങനെ നമ്മൾ MOTയിലെത്തി. നോക്കട്ടെ ബാക്കി നോക്കിയിട്ട് ഞാൻ കാണിച്ചിട്ട് എടുത്തിട്ട്. ആൻഡ് ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഞാൻ ഇതിപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയല്ല. ശരിയാ, ചിലപ്പോൾ നിങ്ങൾ കാണുന്നവർ നിങ്ങൾ എന്തായാലും പറയാം അത് കണ്ടൻറ്റിന് വേണ്ടിയാണ്. അങ്ങനെയല്ല, മനസ്സിലായോ? ഇതെന്ന് പറയുമ്പം എന്താ പറയുക, നമ്മൾ ഇത് ഒരാളെങ്കിലും കണ്ട് ഇതേപോലെ ചെയ്യുമല്ലോ. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ ഒരു ഹാപ്പിനെസ് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, മനസ്സിലായി? അല്ലാതെ വേറെ ഒന്നും ഇതിൽ നിങ്ങൾ മോറലാക്കി എടുക്കല്ലോ, മനസ്സിലായോ? അതെനിക്ക് പറയുള്ളൂ. അപ്പോൾ ഞാൻ നോക്കട്ടെ, എനിക്ക് കയറി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ എടുത്ത് നേരത്തെ വീക്ഷണത്തിന് ശേഷം നമ്മൾ ആ വെസ്റ്റ് സൈഡിലെത്തി. ഷട്ടിലില്ലേ, വെസ്റ്റ് സൈഡിലെത്തി പറഞ്ഞാൽ നോക്കി അവൻ ട്രയൽ ചെയ്തിട്ട് നോക്കട്ടെ, അത് ഇഷ്ടപ്പെട്ടാൽ അതെടുക്കാം. ഇത് കൊള്ളാം, അവന് ഈ കളർ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതെടുക്കാമെന്ന് ഉള്ള പ്ലാൻ ഇത് വലുതാ. അപ്പോൾ ഇത് ഇട്ടോക്ക് മീഡിയം നോക്കട്ടെ, അതും കൂടെ നോക്കട്ടെ. നേരത്തെ കാണിച്ച ഒലിവും അവനൊരു അത്ര ഫിറ്റ് ആവണില്ല, പക്ക ഫിറ്റ് ആവണില്ല. അതുകൊണ്ട് നമ്മൾ വേറെ കടയെ നോക്കാമെന്ന് വിചാരിച്ച് വെസ്റ്റ് സൈഡിനോട് ടാറ്റാ ബൈ ബൈ പറയാൻ പോവുകയാണ്. ടാറ്റാ ബൈ ബൈ നോക്കാടാ, വേറെ നോക്കാം വാ. ഇത് ഫോർമല് കിട്ടും ഗായ്സ്. അവസാനം എന്താ ഇതിലോട്ടങ്ങ് മാറി. എത്ര കടകറി രാവിലെയാണോ ഒന്നും കഴിക്കാതെയാണോ ഒന്നിന് വേണ്ടി. ഡേയ് ഇത് മതിയല്ലോ. അപ്പോൾ ഇതിനി ബില്ല് ചെയ്തിട്ട് സുഹൃത്തുക്കളെ, ബില്ല് ചെയ്തിട്ട് ബാക്കി നോക്കാം. ബാക്കിയൊന്നും ഇല്ലേ നോക്കാം. ഇനി ഈ ബില്ല് ചെയ്തിട്ട് ഇതങ്ങ് വൈൻഡ് അപ്പ് ചെയ്യുന്നേ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ആ ശരി, ഓക്കെ. ഗൈസ് അങ്ങനെ ആ സാധനം എടുത്ത് ഞാൻ ഹാപ്പിയായി. നീ ഹാപ്പിയായോ? എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ, ചെറിയ മൊമെൻറ്റ്സ് നമ്മൾ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ മോറൽ, മനസ്സിലായി? അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതിന് ആരും വേറെ രീതിക്കൊന്നും എടുത്താളായില്ല, മനസ്സിലായി? അതേ എനിക്ക് പറയാനുള്ളൂ. നീ ഓക്കെ അല്ലേടാ? അപ്പോൾ ടാറ്റ പറ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.